സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവസമാണ്. കാരണം അമ്മയുടെ ശതാഭിഷേകം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അതിന്ന് സാക്ഷാത്കരിക്കുകയാണ്. അമ്മ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞു. ഇത്രയും സന്തോഷമായിട്ടിരിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മോടൊപ്പമില്ല എന്നുള്ളത് ഒരു വലിയ ദുഃഖം തന്നെയാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അച്ഛൻ്റെ അസാന്നിധ്യം ഇപ്പോൾ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവും. അച്ഛൻ്റെ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും എല്ലാം കൊണ്ടാണ് ഇന്ന് അമ്മയ്ക്ക് ഈ ഒരു ശതാഭിഷേകം ഇവിടെ ആഘോഷിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ജഗദീശ്വരന്റെ അനുഗ്രഹം, ഗുരുകൃപാ കടാക്ഷം, അതൊക്കെ കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് സമാധാനമായിട്ട് അമ്മയ്ക്ക് ശതാഭിഷേകം ഇപ്പോൾ നമ്മോടൊത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 37 വർഷം മുമ്പ് അച്ഛൻ ഞങ്ങളെ വിട്ടുപിരിയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ചേട്ടൻ MSc ഫൈനൽ ഇയർ. അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടും 100% സ്നേഹത്തോടെയും ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഞങ്ങളുടെ സ്നേഹനിധിയായ അമ്മ, ഞങ്ങളുടെ മാത്രമല്ല അമ്മയുടെ കൊച്ചുമക്കളുടെ കാര്യവും അമ്മ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിച്ചു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നന്ദിപൂർവ്വം സ്മരിക്കാനുള്ളത്. എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് 4 വർഷ കാലഘട്ടവും അമ്മയുടെ ഒപ്പമായിരുന്നു. അതുപോലെ എൻ്റെ ഇളയ മകൻ നന്ദകിഷോർ +1 തൊട്ട് ഫൈനൽ ഇയർ ആർക്കിടെക്ചർ അത് കഴിയുന്നതുവരെയും അമ്മയോടൊപ്പം നിന്നാണ് അവർ പഠിച്ചത്. അതിൻ്റേതായിട്ടുള്ള ഒരു നന്മ ആ 2 കുഞ്ഞുങ്ങൾക്കും അമ്മ പകർന്നു നൽകിയിട്ടുമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കാണും. അമ്മയുടെ എല്ലാ റോളുകളിലും, ഞാൻ പെർഫെക്റ്റ് എന്നൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അപൂർണതയുണ്ടെങ്കിൽ പോലും അമ്മ ഒരുപാട് നന്നായിട്ട് അമ്മയുടെ റോളുകളെല്ലാം നിർവഹിച്ച വ്യക്തിയാണ്. ഒരു മകൾ എന്ന നിലയിൽ അമ്മയുടെ അച്ഛൻ 14 വയസ്സിൽ അമ്മയെ വിട്ടുപോയെങ്കിലും എപ്പോഴും ഞങ്ങൾക്ക് അമ്മയുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ നല്ല നല്ല സ്മരണകൾ നമ്മൾ ഇപ്പോഴും ഇന്നലെ കൂടി അമ്മ പറയുകയായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം. ഇങ്ങനെ ഒരു നല്ല മകളായിരുന്നു. പിന്നെ നല്ലൊരു വിദ്യാർത്ഥിനിയായിരുന്നു. BAയ്ക്കും MAയ്ക്കും ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു അമ്മ. വി വി ഗിരിയുടെ അല്ലേ ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്ന ചിത്രങ്ങളൊക്കെ ഞങ്ങളെ കൊച്ചിലെ കാണിച്ച് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു നല്ല വിദ്യാർത്ഥി, നല്ലൊരു മകൾ, പിന്നെ നല്ലൊരു ഭാര്യയായിരുന്നു. അച്ഛൻ്റെ കലാജീവിതത്തിനും അച്ഛൻ്റെ എല്ലാ പാഷനും കൂടെ നിന്ന് ഒരു പരാതിയും പറയാതെ പൂർണ്ണ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഉത്സാഹവതിയായിട്ടുള്ളൊരു ഭാര്യയായിരുന്നു അമ്മ. പിന്നെ നല്ലൊരു അധ്യാപിക എന്ന റോള്, അത് ഇപ്പോഴും 34 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച 2-3 വിദ്യാർത്ഥിനികൾ ഇന്നലെ അമ്മയുടെ ഈ ശതാഭിഷേകം വേറെ ആരോ പറഞ്ഞറിഞ്ഞ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ എത്തി. അതുപോലെ റിട്ടയർമെന്റിന് ശേഷം അമ്മ നന്നായിട്ട് ഒരു ആത്മീയ ആചാര്യയായിട്ട് മാറുകയായിരുന്നു. ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള നമ്മുടെ ആ ഒരു പേട്ട പ്രദേശത്തിലെ എല്ലാ ആന്റിമാരെയും ഒന്നിച്ചു കൂട്ടി സത്സംഗങ്ങൾ സംഘടിപ്പിക്കുക, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, അങ്ങനെ ഒരുപാട് നാരായണീയം, ഒരുപാട് നാരായണീയ സമ്മേളനങ്ങൾ അമ്മ വീട്ടിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു പൂർണ്ണതയുള്ള വ്യക്തിത്വം. പിന്നെ അച്ഛൻ മരിച്ച് 37 വർഷം കഴിഞ്ഞിട്ട് പോലും അച്ഛൻ്റെ വീട്ടുകാർ അമ്മയടുത്ത് കാണിക്കുന്ന സ്നേഹം, അമ്മയ്ക്ക് അവരോടുള്ള സ്നേഹം, ആ കമ്മിറ്റ്മെന്റ് എല്ലാം ശരിക്കും ഒരു മാതൃകാപരമായ കാര്യമാണ്. ഇപ്പോൾ അച്ഛൻ്റെ അവശേഷിക്കുന്ന ഒരേ ഒരു സഹോദരിയാണ് ലളിതക്കുഞ്ഞമ്മ. അപ്പോൾ ലളിതക്കുഞ്ഞമ്മയ്ക്ക് എന്താ എനിക്ക് അറിയില്ല, ലളിതക്കുഞ്ഞമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ കാണും. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മ ഒരു സഹോദരി എന്ന നിലയിലും ഭയങ്കര സ്നേഹമാണ് അമ്മയുടെ 3 ബ്രദേഴ്സിനെ. 86 വയസ്സുള്ള അമ്മാവൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ്, രാമേന്ദ്രൻ മാമൻ. അതുപോലെ ഇങ്ങിയമ്മായി, ഒരു കുട്ടി അമ്മായി ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അത്ര സ്നേഹമായിരുന്നു നമ്മളൊക്കെ. അതുപോലെ കമലമ്മമായി, പാർക്കുട്ടി അമ്മായി, അച്ഛൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. അമ്മയുടെ 3 ബ്രദേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം 80+കാരാണ്. അമ്മയുടെ അനിയൻ പത്മനാഭൻ നായർ അമ്മാവൻ, അതുപോലെ മാധവൻ മാവൻ, അതുപോലെ എല്ലാവരും, എല്ലാ അമ്മാവന്മാരെയും അമ്മായിമാരെയും
സുഹൃത്തുക്കളെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.